Hello friends, welcome to our new YouTube channel. New video. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളിന്ന് വരെ പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഞങ്ങളുടെ അമ്പലത്തിൽ, ചനക്കര അമ്പലത്തിൽ മഹാദേവൻ്റെ പറ ഇറങ്ങുന്ന ദിവസമാണ്. അപ്പം അതിൻ്റെ രാവിലെ തന്നെ താലപ്പൊലിയുണ്ട്. അത് കഴിഞ്ഞിട്ട് തെക്കുമുറിക്കരയിലോട്ടാണ് പോണത്. അവിടെ അപ്പച്ചിയുടെ വീട് അവിടെയാണ്. അപ്പം അവിടെ ഇന്ന് അൻപൊലിയുണ്ട്. അപ്പം നമ്മളിന്ന് ഫുൾ അവിടെ ആയിരിക്കും. എനിക്ക് ചെറിയൊരു പനി ഉള്ളതുകൊണ്ട് നമ്മൾ രാവിലെ ചനക്കര അമ്പലത്തിൽ താലപ്പൊലിക്ക് പോയിട്ടില്ല. രാവിലെ ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കും. അപ്പം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ പുറകെ വരും വെച്ചാൽ എൻ്റെ വേറൊരു അപ്പച്ചിയുടെ വീടുണ്ട്, അവിടേക്ക് വരും. അപ്പോൾ ഞങ്ങൾ അവിടെ കാവ, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഒരു നോക്കട്ടെ, ടാബ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുനിയാണ്. അപ്പം നിങ്ങളെ കഴിപ്പിക്കും. ഓക്കെ, 6:50 അപ്പം ഞങ്ങൾ നേരത്തെ എണീക്കണം എന്നൊക്കെ ഞാൻ നേരത്തെ എണീക്കണം വിചാരിച്ചു, നടന്നില്ല. അമ്മ നേരത്തെ എണീച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി പല്ലൊക്കെ തേച്ചിട്ട് വരാം. ഇപ്പം ഇത് ജാനുവരി 1 ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലൊക്കെ സംബന്ധിച്ചാണ് കട്ടിലൊക്കെ വിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇപ്പം ആണെങ്കിൽ ഒരു സംഭവം പറ്റിയെന്താ വെച്ചാൽ, ഇന്നെനിക്ക് വെളുപ്പിനെ ആണെങ്കിൽ താലപ്പൊലി എടുക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. വെളുപ്പിനെ അവിടെ പോകുന്നത് വരെ ഞാൻ എടുത്തിട്ടുള്ളൂ, പിന്നെ ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ ചെന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഹാദേവനാണെങ്കിൽ അവിടുത്തെ അടുത്തുള്ള അമ്പലത്തിൽ വന്നായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ധൃതി വെച്ച് അങ്ങ് പോയി. അപ്പം ഞാൻ രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ച് കുറച്ച് ഏറെ ലേറ്റായി. നമ്മൾ രാവിലെ തന്നെ ആ അമ്പലത്തിലോട്ട് കാവിലോട്ട് പോകാനായിട്ട് നമ്മൾ രാവിലെ ലേറ്റായിരുന്നു. നമ്മൾ ഇവിടെ മഹാദേവ ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ പോയത് കാവിലോട്ട്. അപ്പം ഞാൻ പല്ലൊക്കെ തേച്ചാൽ ഒക്കെ കഴിഞ്ഞു. അപ്പം ഇച്ചിരി നേരെ സമയം എടുത്ത് ഞാൻ പല്ല് തേച്ചു, അതാണ് സംഭവം ഉണ്ടായത്. അപ്പം ഞാൻ കുളിച്ചിട്ട് അമ്മയോട് കുളിക്കാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ കുളിക്കാനും ലേറ്റായി, അങ്ങനെയാണ് കുറച്ച് ലേറ്റായത്. അപ്പോൾ ഞാൻ ഇരുന്നങ്ങ് പല്ലിയെ പരുന്നു കഴിച്ചിരുന്നു. ഇത്രയും നല്ലത്തോട്ട് കുറച്ച് നേരം ഏറെ നേരം ഇരുന്ന് പല്ലൊക്കെ തേച്ച് ഇടയ്ക്ക് അമ്മ എടുക്കപ്പോൾ എന്നിട്ട് തിരിച്ച് വീണ്ടും വന്ന് പല്ലിയൊക്കെ എന്തെങ്കിലും ഓർക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ പോകുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ വീണ്ടും അമ്മ എടുത്ത് പോവും. എന്നിട്ട് ഇപ്പോൾ വീണ്ടും തിരിച്ചിങ്ങ് വരും. അമ്മൂമ്മ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ അമ്മൂമ്മ രാവിലെ ആയതുകൊണ്ട് കാവിൽ പോയിട്ടില്ലായിരുന്നു. വീണ്ടും തെക്കുമുറിലോട്ടാണ് അമ്മൂമ്മ പോയത്. അപ്പോൾ ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞു ഗൈസ്. കുറച്ച് നേരം ഞാൻ പല്ല് തേച്ചില്ല. പിന്നെ ചുണ്ട് ജസ്റ്റ് ഭയങ്കര പൊട്ടിയത് തൊട്ടിരുന്നു. അപ്പോൾ ഞാൻ ബ്രഷ് ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു. അന്നേരം അതങ്ങ് മാറി. ഇപ്പോൾ വീണ്ടും അതുകൊണ്ടായി ഒരുങ്ങി കഴിഞ്ഞു. എനിക്കിനി ഹെയർ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ കൈനീട്ടപ്പാറ കാണാനായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് റോഡിലോട്ട് പോകണമായിരിക്കും. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മൾ കുറച്ച് ലേറ്റാണ്, അഫ്കോഴ്സ് എപ്പോഴും അങ്ങനെയാണ്. സോ ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കട്ടെ. കുറച്ച് വെട്ടം കുറഞ്ഞു, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി മുടിയുടെ ഉടക്കൊക്കെ കളയണം. അമ്മ വിളിച്ച് കഴിഞ്ഞു. അപ്പോൾ എനിക്കിനി മുടിയുടെ ഉടക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റേത് കഴിഞ്ഞു. ഇത് കളയാൻ വേണം 1/2 മണിക്കൂർ. പനിയായതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് എണ്ണയും കലനലപ്പും ഒന്നുമില്ല. സോ നല്ല ഉടക്കായിട്ട് ഈ ഷേപ്പ് വെച്ചാകുമ്പോൾ അത്ര നോക്കത്തില്ല. ഇപ്പോഴും നെയിൽ പോളിഷ് അങ്ങോട്ട് അടിച്ചതേ ഉള്ളൂ. അപ്പോൾ കേസ് ഭയങ്കര സ്പീഡിലാണ് ചെയ്യുന്നത്. അമ്മ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി സമയം മതി ഒരുങ്ങാനായിട്ട്. പിന്നെ ഞാൻ അമ്മയുടെ വായിരിക്കുന്ന എല്ലാം കേൾക്കേണ്ടി വരും. പെട്ടെന്ന് ഒരുങ്ങി ഞങ്ങൾ റെഡിയായി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇതാണ്.
സ്കേർട്ടും ടോപ്പും. ഓക്കെ, അപ്പം നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചത് കാവ്യന്നായിരുന്നു. അപ്പോൾ കാവ്യ രാവിലെ ഇഡ്ഡലി സാമ്പാറും ചമ്മന്തി വടയും എന്തായിരുന്നു, പഴവും ചായ ഉണ്ടായിരുന്നു. അതായിരുന്നു രാവിലത്തെ ആഹാരം. ഇപ്പോൾ നമ്മൾ തെക്കുമുള്ളിലോട്ട് എൻ്റെ അടുത്തപ്പച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് അൻപോലി ഉള്ളത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം വന്നിട്ട് അമ്മൂമ്മ പോയി. ഇങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് എല്ലാം എടുത്ത് വെച്ച് ഇനി അമ്മയും കൂടെ റെഡി ആയിട്ട് ഞങ്ങൾ നേരെ കോട്ടമുക്കിൻ്റെ അടുത്തപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അമ്മയും അപ്പച്ചിയും കൂടെ ചാരുമുട്ടിലോ എന്തോ ഡ്രസ്സ് കണ്ടെടുക്കാനായിട്ട് അവർ പോകുന്നുണ്ട്. അപ്പം ഞാനും എൻ്റെ കസിനാണ് കസിനുമാണ്, ഞങ്ങൾ ബെസ്റ്റീസുമാണ്. അങ്ങോട്ട് ഒരു ക്ലാസ്സിലും ഒക്കെയാണ്. ഇപ്പം കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെ. അപ്പം ഇപ്പോൾ ഞങ്ങളവിടെ ഇന്നിട്ട് അവിടെ നിൽക്കാമെന്ന് വെച്ചാണ് കഴിച്ച്. അപ്പോൾ ആണെങ്കിൽ എന്താ ഫ്ലോ കളഞ്ഞു. അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഈ ഡ്രസ്സാണ് ഇടുന്നത്. നമുക്ക് വെളുപ്പിന് താലപ്പൊലിയൊക്കെ ഉണ്ട്, അതിന് നമ്മൾ വേറെ ഡ്രസ്സാണ് ഇടുന്നത്. രാവിലെ ഇട്ട ഡ്രസ്സ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവിടെ കുറേ പേരൊക്കെ വരുന്നതല്ലേ, നമ്മൾ നല്ല ഡ്രസ്സ് ഇടേണ്ട. എൻ്റെ പുതിയ ഡ്രസ്സാണ് ഇത്, ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. ടോപ്പിന് ഇച്ചിരി നീളം കൂടുതലാണ്. അപ്പം ഞാനിത് ഇൻഷർട്ട് ചെയ്തിട്ട് ക്രോപ്പ് ടോപ്പ് മാതിരി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ഫോട്ടോ എഴുതാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ നമുക്ക് അമ്മ റെഡിയായിട്ട് നമുക്ക് ഇറങ്ങാം. ഞാൻ ഹോളിലെ ഫാൻ ഇട്ടേക്കുവാണ്. അപ്പോൾ ശരി ഗായ്സ്. ഞാൻ പറഞ്ഞ കസിൻ ഇതാണ്. അപ്പോൾ ഞാൻ അവളെ ചുമ്മാ ഇരുന്ന് ട്രോളുകയാണ്. അവൾക്ക് വീഡിയോയിലൊക്കെ വരാൻ ഒരു ഷൈ ഉണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്ന് ട്രോളിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് നോക്കി ചിരിക്കുകയാണ് അവളെന്നെ. അപ്പോൾ ഗൈസ്, ഞാനിതിൻ്റെ വോയിസ് കട്ട് ചെയ്തു, കാരണം ഭയങ്കര കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വോയിസ് കട്ട് ചെയ്തിട്ട് ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇടയ്ക്ക് ഇത് എഡിറ്റ് ചെയ്തിട്ട് പകുതി വെച്ചു. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കരമായിട്ട് പനി കൂടി. അപ്പോൾ ഞാൻ പുറത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുവാണ്. എനിക്ക് പുറത്തേക്ക് ജോലി കിട്ടും. നിങ്ങളകത്ത് തന്നെ ഇരുന്ന് ഫോണൊക്കെ കാണുകയാണ്. അവിടെ നാമജപമൊക്കെയാണ്. നമ്മളകത്തിരുന്ന് ഫോൺ കാണുവാണ്. നാമജപം കാണിക്കാൻ നോക്കിയതാണ്, പക്ഷെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ലൊരു പനി പിടിച്ച് സംസാരിക്കാൻ പോലും പോയി. അപ്പം ഞാനാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു കസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അവിടെ ചുമ്മാ ആയിരുന്നിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവൾ ഭയങ്കര പുച്ഛഭാഗത്തിരിക്കുന്നു എന്നൊക്കെയാണെങ്കിൽ ഇത് പറയുകയാണ്. നമ്മൾ ഫോൺ കാണുകയാണ് ഗൈസ്, വേറെ ഒന്നുമല്ല. അത് ഞങ്ങളിങ്ങനെ രണ്ടുപേരും മാത്രമാണ് ഈ റൂമിനകത്ത്, ലിവിങ് റൂം അവിടുത്തെ. അപ്പം ഞങ്ങൾ ഈ പോറിക്കലിലൊന്നിനകത്തും ഏർപ്പെട്ടിട്ടില്ല. എല്ലാവരും വലിയവരാണ് ചെയ്തത്. കേസ് വീണ്ടോ ഞങ്ങൾ രണ്ടുപേരുടെ പോകുന്ന കാര്യമൊക്കെ സംസാരിക്കുകയാണ്. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ വരും. അത് കഴിഞ്ഞിട്ട് അപ്പൂപ്പന് വിളക്കൊക്കെ കത്തിച്ചിട്ട് വീണ്ടും 1 മണിയൊക്കെ ആകുമ്പോൾ വരും. അപ്പോൾ ഞാനും പാർവതിയും കൂടെ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ്. ഏത് ഡ്രസ്സ് ഇടുവെന്നൊക്കെ പറയുവാണ്. ഞാൻ പറയുന്നത് വീട്ടിൽ നിന്നൊരു ഇടാന്നപ്പോഴാണ് ഓർത്ത ആൾക്കാരൊക്കെ ഇല്ലേ, അപ്പം ഇതിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ ഓരോ ഡ്രസ്സ് പറയുന്നുണ്ട്, അവളിനി ഏതിടും എന്നൊക്കെ പറയുന്നു. ഞങ്ങളിങ്ങനെ ഡ്രസ്സിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തന്നെ അവളെ കാണിച്ച് വെറുപ്പിക്കുന്നുണ്ട്. അവൾ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ഫോൺ എടുത്ത് മുഖത്തോട്ട് വെക്കുക, അതാണുള്ള സ്വഭാവം. അപ്പം വേറെന്താ ഇങ്ങനെ പോകുന്നത്. ഞങ്ങൾ ഈ ലിവിങ് റൂമിൽ തന്നെയായിരുന്നു ഗൈസ് ഫുൾ ടൈമും. ഞങ്ങൾ ഇടയ്ക്കൊന്ന് വെളിയിലോട്ട് ഇറങ്ങി, ബാക്കി എല്ലാ ടൈമും ഞങ്ങൾ ലിവിങ് റൂമിനകത്തായിരുന്നു.
നല്ല രസമാണ് അതിനകത്ത് ഇരിക്കാനായിട്ട്. എനിക്ക് അമ്മയുടെ നിന്ന് വഴക്കൊക്കെ കിട്ടി വെളിയിലൊന്നും ഇറങ്ങാതെ അതിനകത്ത് തന്നെ ഇരിക്കുന്നതിനൊക്കെ. അപ്പം ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് വന്നായിരുന്നു, കൃഷ്ണേന്ദു. മേഘ വന്നില്ല. ഞങ്ങൾ 4 പേരാണ് ഒരു ടീമാണ്. മേഘ വന്നില്ല ഗൈസ്. കൃഷ്ണേന്ദു പക്ഷെ വന്നു. അവൾ താലപ്പൊലിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് അവൾ അറിഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇപ്പം കണ്ട് അവൾ വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നത് ചുമ്മാ അഭിനയമാണ്. ഇപ്പം ഞാൻ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ പറഞ്ഞ കസിന് അവളകത്തോട്ട് ഉറപ്പി. ഓക്കെ ഇവിടെ അപ്പം ഞങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നത്. ഇനി നമുക്കൊരു ഹൗസ് വാമിങ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി അകത്തിട്ട് പോവാം. ഡ്രസ്സ് കാണിച്ചു തരാവേ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ വീണ്ടും പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഒരു ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ അവരും അൻപൊലിക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ അൻപൊലിക്ക് പോയിട്ടുണ്ട്. അല്ല, അവർ നേരത്തെ ഒന്ന് പോയാണ്. ഓക്കെ, ഞങ്ങളിതുവരെ പോയിട്ടില്ല. ഓക്കെ, ഇടയ്ക്ക് അമ്മ വിളിച്ച് എണീറ്റ് പോയതാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഭസ്മൊക്കെ ഇട്ടിടാം. ഈശ്വര ഭക്തിയൊക്കെ വേണ്ടേ, ഇത്തിരി കൂടെ എടുക്കാം. എവിടെ നമ്മേ ഭസ്മം? ഓക്കെ, അപ്പം നമ്മൾ റെഡിയായി. അപ്പം നമ്മൾ ഞങ്ങളുടെ ഞങ്ങൾ അപ്പച്ചിയുടെ കൂടെയാണ് പോണത്. അവർ കോട്ടമുക്കിന് വരും, ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോവും. അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കണേ. അപ്പം അവരൊരുങ്ങി ഇറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ അവിടെ വരും. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടോട്ട് പോകും. അങ്ങനെ നമുക്ക് മീറ്റ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോകാനായിട്ടാണ്. സോ ഇന്നൊരു നല്ല ഡേ ആയിരുന്നു. ഇതുവരെ കിഡു ഡേ ആയിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വൈബായിരുന്നു. കസിൻസോടൊക്കെ ഒത്ത് ഇതുകൂട്ടായിരുന്നു. വെക്കേഷൻ ടൈം ഞാൻ അമ്മ വീട്ടിൽ പോയിരുന്നപ്പോൾ അതും വൈബായിരുന്നു. 5 ദിവസവും ഞാൻ അടിച്ച് പൊളിച്ച് വൈബായിരുന്നു. അതുകൂട്ട് വൈബാണ് ഈ ഒരു ദിവസവും. നല്ല രസമുണ്ടായിരുന്നു. കുറേ കുട്ടിപ്പിള്ളേരും ഒക്കെ ആയിട്ട് നമ്മൾ വൈബടിച്ച് ഇരിക്കുകയായിരുന്നു. എനിക്ക് എന്തുകൊണ്ടും ഈ ഒരു ദിവസം ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇവിടെ വന്നേച്ച് വിളക്ക് കത്തിക്കാനും അപ്പൂപ്പൻ്റെ അടുത്ത് വിളക്ക് കത്തിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ദിവസം കുളിച്ച്, അമ്മ എല്ലാവരും കുളിക്കണം, അമ്മയ്ക്ക് വിളക്ക് കത്തിക്കിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് പോകാമെന്ന് വെച്ചാൽ. അപ്പം ഇപ്പോൾ നമ്മൾ ഉടനെ ഇറങ്ങും. ഒരു 7:30 7:45 ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങും. അപ്പോൾ നമുക്കിനി ഇറങ്ങാൻ നേരത്ത് കാണാം. ഓർക്കുവാണെങ്കിൽ വീഡിയോ എടുക്കും. സത്യം തന്നിട്ട് പറയാൻ മറന്നുമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങാൻ നേരത്ത് കാണാം. എനിക്കിവിടെ ഒരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മൾ ഇറങ്ങുകയാണ് ദിവസം. അപ്പം നമ്മൾ അമ്മ വണ്ടി എടുത്തു, നമ്മൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. ഞാൻ പറയുന്ന ഓരോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹൗസ് വാമിംഗ് ഉള്ള വീട്. പക്ഷെ നമ്മൾ കയറിയില്ലായിരുന്നു. വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. നോൺ വെജൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് ആൺപൊലി കിട്ടിപ്പാൻ നോക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് കാണിച്ചു തന്ന ഒരു വീട്. അപ്പം ഇതെവിടെ എത്തി? ഇതൊക്കെ എവിടെയാണെന്നോ എന്തോ. അത് നമ്മുടെ അമ്പലമാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ അങ്ങ് സ്പീഡിലെടുത്തു വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് പോയത്. നൈറ്റൊക്കെ ആയല്ലോ. നമ്മളവിടെ എത്തി ഗൈസ്. നമ്മൾ ഫൈനലി എത്തി ഗൈസ്. ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തിനീ ഇരുട്ടത്തിരിക്കണമെന്ന്.
കാരണം എന്താ വെച്ചാൽ പുറത്ത് പരിപാടിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നില്ലേ മോശം. അപ്പം ഞങ്ങൾ ലൈറ്റ് അണച്ചിട്ട് ഇതിനകത്തിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിടയ്ക്ക് ഒളിഞ്ഞോട്ടമൊക്കെ ഉണ്ട്. അപ്പം വെളിയിൽ എന്തുവാടീൻ്റെ പേര് ഗൈസ്, എന്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. സോപാന സംഗീതമാണെന്ന് തോന്നുന്നു. എന്തേലും ആട്ടെ. അപ്പം ഇതാണ് പരിപാടി. അപ്പം ബൈ ബൈ. ഹായ് ഗൈസ്, ഗൗരിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മുടെ അൻപലി വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത്ര കറക്റ്റൊന്നും ആയിട്ടില്ല, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. ആൾക്കാർ കുറഞ്ഞു വരുന്നു, കുറച്ച് താമസിക്കും. ഇപ്പം ടൈം ഇത്രയെല്ലാം ആയിട്ടുള്ളൂ. നമ്മൾ നെക്സ്റ്റ് താലപ്പൊലിക്കായിട്ട് ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നു. നമ്മൾ താലപ്പൊലി കഴിഞ്ഞിട്ട് താലപ്പൊലിക്ക് വേണ്ടി നമ്മൾ വീണ്ടും തെക്കുമുറിലൊക്കെ പോവുകയാണ് ഗൈസ്. നിങ്ങൾ വെള്ളോട്ട് ഇറങ്ങിയില്ല. അപ്പം വെളി ഭയങ്കര ഇരുട്ടൊക്കെയല്ലേ. അപ്പം നമ്മൾ അകത്ത് തന്നെ ഇരിക്കണം എന്നാണ് ക്ലാരിറ്റി കുറവ്. അപ്പോൾ ഇനി നമുക്ക് പോകാൻ നേരത്ത് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുറകിന് വണ്ടികളുണ്ട്. അപ്പം ഞങ്ങൾ ഒത്തിരി രാത്രി ആയതുകൊണ്ട് അപ്പച്ചി ചീറ്റപ്പനും കൂടെ ഞങ്ങളെ ഇവിടെ വിളിക്കാൻ വന്നായിരുന്നു. എന്നിട്ടും ഞങ്ങൾ അങ്ങനെയാണ് പോയത്. കൃഷ്ണേന്ദുവിനെ അപ്പച്ചിയുടെ വണ്ടിയുടെ പുറകിൽ, ഞാൻ അമ്മയുടെ വണ്ടിയുടെ പുറകിൽ, പാർവതി ചിറ്റപ്പൻ്റെ വണ്ടിയുടെ പുറകിൽ, അങ്ങനെയാണ് ഞങ്ങൾ പോയത്. പുറകിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. നല്ല തണുപ്പ്, എന്തോ തണുപ്പായിരുന്നു. അയ്യോ, ആ കണ്ടത്തിൻ്റെ അതുവഴിയൊക്കെ പോയപ്പോൾ തണുത്ത് വിറച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഭയങ്കര തണുപ്പായിരുന്നു ഗൈസ് വെളുപ്പിന്. അത് കഴിഞ്ഞിട്ട് താലപ്പൊലി എടുത്ത സമയത്തൊന്നും തണുപ്പില്ലായിരുന്നു. പക്ഷേ ഈ പോയ സമയത്ത് ഒടുക്കത്തെ തണുപ്പായിരുന്നു. തണുപ്പെനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല. ഇതെല്ലാം കൊണ്ട് ഫൈനലി എനിക്ക് നല്ലൊരു ഒന്നാന്തരം പനിയൊക്കെ പിടിച്ച് ഇപ്പം ഞാൻ സ്കൂൾ വന്നിട്ട് ഇതുവരെ സ്കൂളിലൊന്നും പോയിട്ട് പോലും ഇല്ല. ഒരു ദിവസം കണ്ട് പോയി. ഇനി മറ്റന്നാൾ പേരൻറ്റ്സ് മീറ്റിംഗാണ്. ഞാൻ വിചാരിച്ചു അതിന് പോകുന്ന കേസ്. അപ്പോൾ നമ്മൾ ഫൈനലി എത്തിയതങ്ങ് തെക്കടത്ത് അമ്പലത്തിൻ്റെ അതുവഴിയാണ് പോയത്. നേരത്തെ വേറൊരു വഴി കൂടെ ആയിരുന്നു പോകുന്നത്. ഇപ്പം ഈ വഴി കൂടെ ആണ് കേസ് വന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടി, അൻപൊലി വീട്ടിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന ലൈറ്റാണെന്ന് തോന്നുന്നു. അവിടെ വരെ ഉള്ളു, അതുകൊണ്ട് പറഞ്ഞതാണേ. പിന്നെ അവിടെ എല്ലാം കമ്പികളൊക്കെ ഉണ്ട് കേസ്. കമ്പികളൊക്കെ ഞങ്ങളിവിടെ കമ്പികളൊക്കെ എന്നാണ് പറയുന്നത്. ഞങ്ങളവിടെ നിന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.